പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ബെർണാർഡ് പറയുന്നു, ആപത്തുകളിലും ആകുലതകളിലും ക്ലേശങ്ങളിലും മറിയത്തെ വിളിച്ചു പ്രാർത്ഥിക്കുക. അവളുടെ നാമം നിങ്ങളുടെ അധരങ്ങളിൽ സദാ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വേർപെടാതിരിക്കട്ടെ. അവളുടെ പ്രാർത്ഥനാ സഹായം സ്ഥിരമായി ലഭിക്കാൻ അവളുടെ കാലടികളെ പിഞ്ചെല്ലുക. അവൾ മാർഗദർശിയായുണ്ടെങ്കിൽ നിനക്ക് വഴിതെറ്റില്ല. അവളെ വിളിച്ചപേക്ഷിച്ചാൽ നഷ്ടധൈര്യരാകയില്ല. അവൾ നിങ്ങളുടെ മനസ്സിലുള്ള കാലത്തോളം നിങ്ങൾ വഞ്ചിതരാകയില്ല. അവൾ കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ വീഴുകയില്ല. അവളുടെ സംരക്ഷണത്തിൽ നിങ്ങൾക്ക് ഭയപ്പെടാനില്ല. അവൾ മുമ്പേ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷീണിക്കയില്ല. അവൾ അനുകൂലിക്കുകയാണെങ്കിൽ നിങ്ങൾ ലക്ഷ്യത്തിലെത്തും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പരിശുദ്ധ അമ്മ പറയും, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഈശോയുടെ മാതാവിനോടുള്ള ഭക്തി ആത്മീയ ജീവിതത്തിൻ്റെ പ്രധാന സംരക്ഷണോപാധികളിൽ ഒന്നാണ്. ദൈവമക്കളെ, എല്ലാ സൃഷ്ടികളിലും വെച്ച് ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്തവളായ പരിശുദ്ധ മറിയം നമുക്ക് നൽകിയ ജപമാല ചൊല്ലി ചൊല്ലി സാത്താനെ ഓടിക്കാം, പരാജയപ്പെടുത്താം. ക്രിസ്തുനാഥൻ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.